ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ ജനിതക വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന പരാതി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ ജനിതക വൈകല്യത്തോടെ ജനിച്ചത്. വൈകല്യം നേരത്തെ സ്കാനിങ്ങിലൂടെ കണ്ടെത്താമായിരുന്നെന്നും ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് സുറുമിയെ പരിശോധിച്ച ഡോക്ടർ ഷേർലിയും സ്കാനിംഗ് നടത്തിയ ലാബിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിനും. വനിതാ ശിശു ആശുപത്രിയിൽ ലീഗ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. സുനിഷ അയലൂരും ശരത് എസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദ്യം നമുക്ക് അന്വേഷണ വിവരങ്ങളിലേക്ക് പോകാം. സുനിഷ അയലൂർ, ആരോഗ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെടുകയാണ്. എങ്ങനെയായിരിക്കും അന്വേഷണം? എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും? സുജയ, പ്രധാനമായും ഇപ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞതുപോലെ ഈ ആശുപത്രി അധികൃതർ, അതായത് ഈ ഡോക്ടർമാരുടെയും സ്കാനിങ്ങിൽ വന്ന പിഴവുമാണ്, അവരെ അറിയിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുമാണ് രക്ഷിതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല എന്നതാണ് ഡോക്ടർമാരുടെ പക്ഷമായി വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതാണ്. വിഷയത്തെ ഗൗരവമായി തന്നെ കാണുന്നു എന്നതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ഏതായാലും വിദഗ്ധ സംഘം, മുതിർന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സംഘത്തെ തന്നെ ഇതിൽ നിയമിച്ചിരിക്കുന്നത്. അഡീഷണൽ സെക്രട്ടറിയാണ് ഇതിൻ്റെ ചുമതല, അഡീഷണൽ ഡയറക്ടറാണ്, ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടറാണ് ഇതിന് നേതൃത്വം വഹിക്കുക എന്നതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ജില്ലാതലത്തിലുള്ള ഒരു അന്വേഷണം ഇന്നലെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആലപ്പുഴയിൽ ഈ അന്വേഷണം തുടരുകയും ചെയ്യുകയാണ്. DMOക്ക് റിപ്പോർട്ട് നൽകാനുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും നിലവിൽ ഈ പരാതി വന്നിരിക്കുന്നത് പ്രകാരം 4 ഡോക്ടർമാർ ഉണ്ട്. ഒപ്പം തന്നെ ഈ സ്കാനിംഗ് നടത്തിയ ഈ സ്കാനിംഗ് സ്ഥാപനത്തിലേക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുണ്ട്, അവർക്കെതിരെയും പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർക്കെതിരെയും സ്കാനിംഗ് സ്ഥാപനത്തിനെതിരെയും അടക്കം അന്വേഷണം കൃത്യമായി നടത്തേണ്ടതുണ്ട് എന്നതാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഈ രക്ഷിതാക്കളോട് ഈ വിഷയം അറിയിക്കുന്നതിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വൈകല്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് അറിയിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത്. അങ്ങനെ ഈ റിപ്പോർട്ട് നൽകിയതിനു ശേഷം ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ കർശനമായ നടപടിയുമായി മുന്നോട്ടേക്ക് പോകുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ജില്ലാതലത്തിലുള്ള ഒരു പ്രാഥമിക അന്വേഷണം അവിടെ തുടരുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് കൂടി ഈ വിദഗ്ധ സംഘത്തിന് നൽകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സുജയ, ശരത് എസ് നമുക്കൊപ്പമുണ്ട്. ശരത്ത്, ഈ പരാതി ഉയർന്നപ്പോൾ മുതൽ നമ്മൾ ഈ വാർത്തയിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ പരാതികൾ എന്താണ് എന്ന് പുറം ലോകത്തെ അറിയിച്ചു. ഇപ്പോഴത് അന്വേഷണത്തിലേക്ക് എത്തുകയാണ്. വലിയ ഇമ്പാക്റ്റിലേക്ക് നമ്മുടെ വാർത്ത എത്തിയിരിക്കുന്നു. ഇപ്പോൾ ലീഗിന്റെ പ്രതിഷേധവും നടക്കുകയാണോ ആശുപത്രിയിൽ? സുജയ, നിലവിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. ഇത്തരത്തിൽ WNC ആശുപത്രിയിൽ ലീഗിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. ലീഗ് പ്രവർത്തകർ ഇത്തരത്തിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെയും മാതാവിന്റെയും ആരോഗ്യം സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്, അല്ല ആവശ്യമാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ WNC ആശുപത്രിയിൽ ഒരുപാട് നിരന്തരം നെഗറ്റീവ് വാർത്തകൾ വരുന്നു. പാവപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളികളെ, കയർ തൊഴിലാളികളുടെ ഏക ആശ്രയമായ ഒരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൽ വികസന സമിതി മെമ്പർ കൂടെയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓരോ ന്യൂനതകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സ്കാൻ ചെയ്യാനുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള ആള് ഈ ഗവൺമെന്റ് ഡോക്ടർ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യവും ഈ HDCയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഈ പോകുന്നത്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഒരു ഫീൽ ഇവിടെ ഉണ്ട്. പക്ഷേ വികസന കാര്യങ്ങളിൽ മാത്രമേ നമുക്കൊരു അറ്റൻഷൻ പറ്റും. പക്ഷേ ബാക്കി ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അതുപോലെ തന്നെ ആധുനിക സേവന രംഗത്തുള്ള കാര്യങ്ങൾ കൃത്യമായി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെ അനുബന്ധ സ്റ്റാഫും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. മാത്രമല്ല ഈ കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മാതാവിൻ്റെയും ആരോഗ്യ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. കുട്ടിയുടെയും മാതാവിനെയും ഉൾപ്പെടെ ആരോഗ്യ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിക്കുന്നത്. സൂപ്രണ്ട് കൂടി ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സൂപ്രണ്ട് സംഭവം? ഇപ്പോൾ ഇവരുടെ ഡിമാൻഡ് മുകളിലോട്ട് പറയുക എന്നുള്ളതാണ് അവരെന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ DMOയോട് ഇപ്പോൾ തന്നെ അത് ധരിപ്പിക്കും. അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിഴവുണ്ടായോ? ചികിത്സയുടെ എല്ലാം നമ്മളിപ്പോൾ ഓരോരോ അന്വേഷണങ്ങളിലൊക്കെ അല്ലേ അദ്ദേഹം. അപ്പോൾ അന്വേഷണം നടത്തിയില്ലേ? DMO ലെവൽ അന്വേഷണം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നിങ്ങൾക്ക് ആ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടുമല്ലോ.
സ്കാനിങ്ങിനൊന്നും തന്നെ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയില്ല. സ്കാനിങ് എല്ലാം നമ്മൾ ക്രമാനുസരിച്ചുള്ള എല്ലാ സ്കാനിങ്ങും ചെയ്തിരുന്നു. പക്ഷെ അതിനകത്തൊന്നും നമുക്ക് അതങ്ങനെ സംശയിക്കത്തക്ക ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാരുടെ പിഴവാണോ അതോ ലാബിലുള്ള ഡോക്ടർമാരുടെ പിഴവാണോ? അതിപ്പം നമ്മളൊക്കെ എടുക്കേണ്ട കെയറുകളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. റേഡിയോ ഡയഗ്നോസിസ് ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ നമുക്കിവിടെ ആ തരത്തിലുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത് ആ ലെവലിലൊരു ഉന്നതതല അന്വേഷണത്തിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് സ്കാനിങ് ഈ സ്വകാര്യ ലാബുകളിലേക്ക് പോകുന്നത്. നമുക്ക് ഇവിടെ സ്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഒരു ടൈപ്പ് ഉണ്ടാക്കുകയാണ്. സ്കാനിങ് സംവിധാനമില്ലേ? സ്കാനർ ഉണ്ട്, പക്ഷെ നമുക്ക് റേഡിയോ ഡയഗ്നോസിസ് ഡോക്ടേഴ്സ് ഇല്ല. നിയമനം നടക്കായിട്ടാണോ? അല്ല, പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ HDC മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ കൃത്യമായി എല്ലാ മീറ്റിങ്ങിലും കഴിഞ്ഞ ദിവസം നടന്നത് പാർട്ടി ആവശ്യപ്പെടുന്നതിൽ ഉപരിയായി പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാണ് ഞങ്ങളെ പോലുള്ള ഓരോരുത്തരും മെമ്പർമാരാണ്. എന്തായാലും ലീഗിന്റെ പ്രതിഷേധം ഈ WNC ആശുപത്രിയിൽ തുടരുകയാണ്. സൂപ്രണ്ടിനെ ഉപരോധിച്ചുള്ള പ്രതിഷേധമാണ്. നമുക്കറിയാം ഈ സംഭവം എന്ന് പറയുന്നത് വളരെ ദാരുണമാണ്. 8-ാം തീയതിയാണ് ലജ്നത്ത് വാർഡ് സ്വദേശികളായ സുർമിക്കും മനീഷിനും കുഞ്ഞ് ജനിക്കുന്നത്. പക്ഷേ ജനിച്ച പാട് അവർ ആകെ അങ്കലാപ്പലാകുന്ന രീതിയിൽ അസാധാരണമായ വൈകല്യമാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല, വായ തുറക്കാൻ കഴിയുന്നില്ല, കൈക്കും കാലിനും വളവ്, അതേപോലെ തന്നെ ജനനേന്ദ്രിയത്തിന് പോലും കാര്യമായ വൈകല്യം, അങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തോടു കൂടിയാണ് ആ കുട്ടി ജനിച്ചത് എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും തുടർ ചികിത്സ ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് ഉൾപ്പെടെ ഈ സൂപ്രണ്ടിനെ ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. സുജയ. ഓക്കെ, ശരത് SS ഉം സുനിഷ അയ്യലൂരുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.